ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പീക്ക് മാർജിൻ പെനാൽറ്റിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഉദാഹരണ സഹിതമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മൊബൈലിൽ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഉദാഹരണ സഹിതമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കണ്ടില്ലെങ്കിൽ മനസ്സിലാവില്ല. കൂടാതെ തന്നെ ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഇത് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ഹ്യൂജ് ക്യാപിറ്റൽ ലോസ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താണ് പീക്ക് മാർജിൻ പെനാൽറ്റി എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു ഷെയർ, നമ്മളുടെ ഹോൾഡിങ്സിലുള്ള ഷെയർ, പ്രത്യേകിച്ചും ഞാൻ മെൻഷൻ ചെയ്ത് പറയാം, ഹോൾഡിങ്സിലുള്ള ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാറ്റിലുള്ള ഷെയറാണ്. ആ ഡിമാറ്റിലുള്ള ഷെയർ സെല്ല് ചെയ്തതിന് ശേഷം തിരിച്ച് അതിൻ്റെ വില വീണ്ടും താഴെ പോകുമ്പോൾ വീണ്ടും നമ്മളത് തിരിച്ച് വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ തരാം. എൻ്റെ കയ്യിലൊരു ടാറ്റ മോട്ടോഴ്സ് 300 രൂപ ഉള്ള ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. ഇന്നത്തെ ദിവസം അത് 305 ആയി 5 രൂപ ലാഭത്തിന് വിറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ക്രാഷായെന്ന് വിചാരിക്കുക. അതൊരു 290 രൂപ ആയെങ്കിൽ എനിക്ക് എൻ്റെ പൊസിഷനിൽ പോയിട്ട് അത് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 305 290 ആ ഒരു വ്യത്യാസം നമുക്ക് ഇൻട്രാഡേ പ്രോഫിറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു 300 രൂപ പഴയ വിലക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മളുടെ ഡിമാൻഡിലേക്ക് അപ്പം തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇതിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരാറുണ്ട്: യു ആർ ട്രൈങ് ടു ബൈ ബാക്ക് എ സ്റ്റോക്ക് ദാറ്റ് യു ഹാവ് സോൾഡ് ടുഡേ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് വരാറുണ്ട്. ഇതെന്താണ് അർത്ഥമാക്കുന്നത്, ഇതെങ്ങനെയാണ്, ആർക്കാണ് ഇത് എഫക്റ്റ് ആവുന്നത്? ഇത് അറിയാതെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂജായിട്ടുള്ള ക്യാഷ് പോകാനുള്ള ചാൻസ് കൂടുന്നതല്ല, 100% കാശ് പോകുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഞാനാണിപ്പോൾ വിറ്റത് ടാറ്റ മോട്ടോഴ്സ്. എൻ്റെ കയ്യിൽ വേറെ കാശൊന്നുമില്ല. ടാറ്റ മോട്ടോഴ്സ് എനിക്ക് വിറ്റ് 305 രൂപ വിറ്റു. എൻ്റെ കയ്യിൽ അത് 1 ലക്ഷം രൂപ വന്നു. നമുക്കറിയാം, 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 80% മാത്രമാണ് വരുന്നത്. ബാക്കി റിമൈനിങ് പെർസെൻറ്റേജ് നെക്സ്റ്റ് ഡേ ആണ് വരുള്ളൂ. നമുക്കറിയാം, ഈ 80% വരുന്നത് നമ്മുടെ DP അക്കൗണ്ടിൽ നിന്ന് ക്ലിയറിംഗ് കോർപ്പറേഷൻ വഴിയാണ് ഈ 80% വരുന്നത്. ഇത് മാർജിനായിട്ടാണ് വരുന്നത്. നമ്മളുടെ ഒറിജിനൽ ക്യാഷ് വരുന്നെങ്കിൽ നമുക്കറിയാം, ഒരു സ്റ്റോക്ക് നമ്മൾ ഡെലിവറിയിൽ ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിമാറ്റിലേക്ക് എത്തണമെങ്കിൽ T+2 ഡേ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡിമാറ്റിലുള്ള ഷെയർ വാങ്ങിച്ച ക്യാഷ് എത്തണമെങ്കിൽ T+1 അല്ലെങ്കിൽ 2 ഡേ ആണ്. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഡിവിഡൻ്റൊക്കെ പ്രഖ്യാപിക്കുകയാണ്. ഡിവിഡൻ്റൊക്കെ പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ഉദാഹരണത്തിന് 10-ാം തീയതി ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോക്കൊക്കെ 7-ാം തീയതി വാങ്ങിച്ച് വെക്കണം. എന്നാൽ മാത്രമാണ് T+2 ഡേ ഒക്കെ ആ ഒരു ഡേയിൽ 10-ാം തീയതിക്ക് നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ നമ്മളത് അല്ല ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ മാർജിൻ പീക്ക് പെനാൽറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 80% ക്യാഷ് നമ്മളുടെ ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. എൻ്റെ കയ്യിൽ വേറെ കാശൊന്നുമില്ല. ഈ 80% ക്യാഷാണ്. അതൊരു 1 ലക്ഷം രൂപയുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബൈബാക്ക് ഒരു ഈവനിങ് ഒരു 2:30ക്കാണ് മറ്റേ ടാറ്റ മോട്ടോഴ്സിൻ്റെത് ബൈബാക്ക് ചെയ്തത്, 2:30ക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഞാൻ ഈ കാശ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷനോ വേറെ ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷനോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ 2:30 നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബൈബാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഹ്യൂജായിട്ടുള്ള പെനാൽറ്റി വരും. കാരണം എന്താണ്, ഈ 80 എൻ്റെ അക്കൗണ്ടിൽ വേറെ കാശില്ല. 80% 1 ലക്ഷം രൂപ ആണ് എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ആ കാശ് ഉപയോഗിച്ചിട്ടാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങിച്ചത്. ഈ മാർജിൻ മണി ഉപയോഗിച്ചിട്ട് വേറെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു, ഒരു ഫ്യൂച്ചർ ട്രേഡിലേക്ക്, അതല്ലെങ്കിൽ ഒരു ഓപ്ഷണൽ ട്രേഡിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ ആ ബൈബാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ വ്യക്തമായിട്ട് ഇത് ചോദിക്കുന്നുണ്ട്: യു ആർ ട്രൈങ് ടു ബൈ ബാക്ക് എ സ്റ്റോക്ക് ദാറ്റ് യു ഹാവ് ഓൾറെഡി സോൾഡ്. ഇഫ് യു ഹാവ് യൂസ്ഡ് ദ സെയിൽ പ്രൊസീഡ്സ് ഫോർ എനി അതർ ട്രേഡ് ടുഡേ, ദിസ് ക്യാൻ ബി റിസൾട്ട് എ പീക്ക് മാർജിൻ പെനാൽറ്റി. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാശ് എനിക്ക് കിട്ടിയ 1 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ ഈ ഒരു
ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചത്, എനിക്ക് ഇത് വാങ്ങിക്കാനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ എക്സ്ട്രാ കാശ് ഉണ്ടായിരുന്നില്ല. ഈ 1,00,000 രൂപയാണ് ഉണ്ടായിട്ടുള്ളൂ. ഈ കാശ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചു. അതിനുശേഷം ഇത് എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴെ പോയപ്പോൾ ഞാൻ വീണ്ടും ടാറ്റ മോട്ടോഴ്സ് എൻ്റെ ഷെയർ ഞാൻ ബൈബാക്ക് ചെയ്യുമ്പോൾ 100% എനിക്ക് മാർജിന് പെനാൽറ്റി വരും. അപ്പോൾ ഇതുപോലെ അതുകൊണ്ട് എന്താണ്, ഇങ്ങനെ നമ്മൾ ചെയ്യരുത്, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നമ്മളുടെ ഹോൾഡിങ്സിലൊരു ഷെയർ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ഷെയർ വാങ്ങിക്കാം, വാങ്ങിക്കാതിരിക്കാം, വേറൊരു ഡെലിവറി എടുക്കാം, അതിനൊന്നൊരു പ്രശ്നമല്ല. പക്ഷെ ആ കാശ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഷോർട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളത് ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂജായിട്ടുള്ള പെനാൽറ്റി വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു മാർജിൻ പീക്ക് മാർജിൻ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെബിയുടെ ഒരു പുതിയ റൂള് ഇപ്പോൾ ഇത് കണ്ട എല്ലാ ആളുകൾക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിയാതെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ സുഹൃത്ത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂജായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ആഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയ കാശ് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അത് ഉണ്ടാകരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കണം. ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം കണ്ടില്ല എന്ന് വെച്ചാൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടില്ല എങ്കിൽ അവരുടെ ഹ്യൂജായിട്ടുള്ള കാശ് നഷ്ടപ്പെടും. അത് വെറുതെ നമ്മളുണ്ടാക്കിയ ഹാർഡ് ഏൺ മണി ബ്രോക്കറോ അതിപ്പോൾ സെറോദ ആയിക്കോട്ടെ അപ്സ്റ്റോക്ക് ആയിക്കോട്ടെ അവരൊക്കെ കൊണ്ടുപോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ. എല്ലാ സുഹൃത്തുക്കൾക്കും നാളെ ഒരു 7 മണിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.